എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് എന്നെ ഈ മീറ്റിംഗിലേക്ക് വിളിച്ച ദേവദാസിക്കും എൻ്റെ സഹോദരിയായിരിക്കും ജോമോക്കും ഈ മീറ്റിങ്ങിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവനാമത്തിൽ എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതയാമത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാനും സുഖത്തിലെ ദൈവം ഇടയാക്കിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതയാമത്തിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിന് വിടുതലിന് കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ എൻ്റെ അനുഭവസാക്ഷി അല്പം സമയം നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു യാക്കോബ കുടുംബത്തിൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടതാണ്. ഞങ്ങളുടെ ദേശം പരമ്പല എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുന്ന് ഞാൻ ജോലിയോടുള്ള ബന്ധത്തിൽ ഡൽഹിയുടെ പ്രദേശത്ത് കടന്നുപോയി. അവിടെ വെച്ച് 1995 കർത്താവിനെ അറിയുവാനിടയാകി. എന്നോടൊപ്പം ജോലി ചെയ്ത ഒരു ആന്റി സുവിശേഷം പറഞ്ഞാണ് ഞാൻ അന്ന് രക്ഷിക്കപ്പെട്ടത്. ആ സമയത്ത് ഞാൻ അതിനു മുമ്പ് ഡൽഹിയിൽ ഞാൻ ആയിരുന്നപ്പോൾ അവിടെ എൻ്റെ ഞങ്ങളുടെ ബന്ധത്തിലുള്ള ഒരാളുടെ വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചത്. ആ സമയത്ത് അവർ യാക്കോബക്കാരായിരുന്നു. അവിടെ ഭയങ്കര എതിര് കടന്നു വന്നു തന്നെ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം ഞാൻ സ്വന്തമായ ഒരു റൂം വാടകയ്ക്ക് എടുത്ത് അവിടെ ഡൽഹിയിൽ താമസിച്ചു. ഡൽഹിയിലെ ഏജിയിലെ ഒരു ചർച്ചിലാണ് ഞാൻ സ്നാനപ്പെട്ടത്. അതിനുശേഷം ആഗ്രയുടെ പ്രദേശത്ത് ഞാൻ ജോലിയോടുള്ള ബന്ധത്തിൽ കടന്നുപോയി. അവിടെ വെച്ച് പലമാതാവാകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കൂടി കടന്നു. ആ സമയത്തൊക്കെ വീട്ടിൽ നിന്നൊന്നും യാതൊരു സപ്പോർട്ടോ അല്ലെ മറ്റുള്ളൊന്നും യാതൊരു സപ്പോർട്ടോ ഒന്നും ഇല്ലായിരുന്നാലോ വിളിച്ച ദൈവം വിശ്വസ്തനാന്നുള്ള ഒരു ഉറപ്പോടുകൂടി മുൻപോട്ട് പോകാൻ സുഖത്തിലെ ദൈവം ഇടയാക്കി. അതിനുശേഷം ഞാൻ ആഗ്രയുടെ പ്രദേശത്ത് കടന്നു വന്ന് അവിടെ ജോലിയിലൊക്കെ ആയിരുന്നപ്പോഴാണ് അവിടെ ഒരു ദേവദാസനും കുടുംബവും ഞങ്ങൾക്ക് ഇച്ചിരി ദൂര ബന്ധത്തിലുള്ള ഒരു ദേവദാസനും കുടുംബം അവിടെ ഉണ്ടായിരുന്നു. ആ പ്രിയപ്പെട്ടവരോടൊപ്പം അവിടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു രോഗം കടന്നു വന്നു. എൻ്റെ കിഡ്നി ഫെയിലായി. ഡോക്ടേഴ്സ് എനിക്ക് 3 മാസം മാത്രം പറഞ്ഞു, 3 മാസം കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയി. എന്നാൽ ഞാൻ അവിടെ ആയിരുന്ന ആ ദേവദാസനും കുടുംബം നല്ല വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവ സൗഖ്യത്തില് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദേവദാസനും കുടുംബമായിരുന്നു. ഞങ്ങൾ അവരുടെ വിശ്വാസത്താൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാനും വിശ്വസിച്ചു. ആ സമയത്തൊക്കെ ആദ്യ നാളുകളിൽ ഭയങ്കര എരിവോട് ദൈവസന്നിധിയിൽ നിൽപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിച്ചു. ആ സമയം ഞാൻ ആദ്യ നാളുകളിലൊക്കെ വിശ്വാസത്തിൽ ഇറങ്ങിയ സമയത്ത് ഞാൻ മരുന്ന് ഉപയോഗിക്കത്തില്ലായിരുന്നു. എന്ത് വിഷയം വന്നാൽ ആ ദേവദാസനും കുടുംബവും മരുന്ന് ഉപയോഗിക്കത്തില്ലായിരുന്നു. ഏത് വിഷയം വന്നാലും പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിൽ ജയം പ്രാപിക്കുക എന്നൊരു ഉറപ്പായിരുന്നു, എന്നൊരു വിശ്വാസമായിരുന്നു. അങ്ങനെ വചനത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ രോഗം വളരെ മൂർച്ഛന്റെ അവസ്ഥയിലേക്ക് കടന്നുപോയി. ആ സമയത്താണ് ജോമോയുടെ ഹസ്ബൻഡാകുന്ന അനിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് എന്നോടൊപ്പം അവിടെ ആഗ്രയുടെ പ്രദേശത്ത് കടന്നു വന്നു. ജോലിക്ക് വേണ്ടി കടന്നു വന്നതാണ്. എൻ്റെ രോഗം വളരെ വലിയ മൂർച്ഛ അവസ്ഥയിൽ കൂടി കടന്നുപോയി. അന്ന് കടന്നുപോയെന്ന് പറഞ്ഞാൽ എൻ്റെ യൂറിൻ പാസ്സാകത്തില്ലായിരുന്നു. യൂറിൻ ഒട്ടും പാസ്സാകാതിരുന്ന ശരീരം മൊത്തം ഒരു ജീർണിച്ച അവസ്ഥ പോലെ ആയി. ഞാൻ മെന്റലി സ്റ്റേബിൾ അല്ലാതായി. രാത്രി എന്തോ പകലെന്തോ ആണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഒരു മാനസിക രോഗിയെ പോലെ ഞാൻ ഇടപെട്ടു ആ സമയത്ത്. അന്നേരമൊക്കെ ദേവദാസനും കുടുംബം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് ആ സമയത്ത് പ്രാർത്ഥിക്കാനോ വിശ്വസിക്കാനോ അല്ലെങ്കിൽ വചനം വായിക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. കണ്ടവരൊക്കെ, എന്നെ കാണുന്നവരൊക്കെ അങ്ങനെ പറയുമായിരുന്നു, ഇനി അധികം നാളുകളില്ല. എന്നാലും സ്വർഗത്തിലെ ദൈവം അത് കണ്ടിരുന്നു. എന്നെ ഇന്നും ജീവനോട് വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ രോഗത്തിന്റെ കഠിനമായ അവസ്ഥയിൽ കൂടി കടന്നുപോയെന്ന് പറഞ്ഞാൽ എൻ്റെ മുടികളെല്ലാം പൊഴിഞ്ഞു പോയി. എൻ്റെ ശരീരത്തിനകത്തുനിന്ന് വ്രണങ്ങൾ പുറത്തിറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വന്നു. ആ സമയത്ത് ആര് കണ്ടാലും പറയാം, അങ്ങനെ വിചാരിക്കുള്ളൂ, ഞാൻ ഇനി മുൻപോട്ട് ജീവിക്കത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി അത്രയും ഒരു കഠിന അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വന്നു. അന്ന് ഒരു രാത്രി ദേവദാസനും കുടുംബവും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ രാത്രിയിലും ഉറങ്ങത്തില്ല, പകലും ഉറങ്ങത്തില്ല. അങ്ങനെ ഒരു മാനസികമായി ഒരു ഭ്രാന്തിന്റെ അവസ്ഥ പോലെ ആയിപ്പോയായിരുന്നു. എൻ്റെ യൂറിൻ ഒട്ടും പുറത്ത് പോകാത്ത അവസ്ഥയിലായപ്പോഴത്തേനും എനിക്ക് ക്രിയാറ്റിനൊക്കെ കൂടി.
ഞാനങ്ങനെ നീരൊക്കെ കൂടി ഞാനൊരു കട്ടിലിൽ ഇങ്ങനെ രാത്രി ആഹാരമൊന്നും കഴിക്കാതെ വെള്ളമൊന്നും കുടിക്കാതെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാനൊരു ദർശനം കണ്ടു. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി. എൻ്റെ ഓപ്പറേഷൻ ചെയ്തു. പുതിയ കിഡ്നി വെച്ചു. ഞാൻ സൗഖ്യമായി. അപ്പൊ ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ദൈവം എന്നെ സൗഖ്യമാക്കുന്നു, പുതിയ ഞാൻ സൗഖ്യമാകുന്നു എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പം കൂട്ടത്തിലുള്ളവർ വിചാരിച്ച് ഞാൻ മെന്റൽ സ്റ്റേബിൾ നൈ, അതുകൊണ്ട് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുകയെന്ന്. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അന്ന് രാത്രിയിൽ ദൈവം ഒരു ദർശനം തന്നു. അത് തന്ന് ആ രാത്രിയിൽ ദൈവം എന്നെ തൊട്ടു. ആ രാത്രി ദൈവം എന്നെ തൊട്ടെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ദൈവം എന്നെ സൗഖ്യമാക്കി അന്ന് രാത്രിയിൽ. ഞാൻ കുറഞ്ഞത് ഒരു മാസത്തോളമായിരുന്നു എൻ്റെ യൂറിനൊക്കെ പോകത്തില്ലായിരുന്നു. അന്ന് ആ രാത്രിയിൽ എനിക്ക് ഒരു ബക്കറ്റ് കൊണ്ടുവന്ന് അതിനകത്ത് എൻ്റെ ശരീരത്തിനകത്തുള്ള എല്ലാ അസുഖങ്ങളും രോഗത്തിന്റെ എല്ലാ ജീർണിച്ച അവസ്ഥകളും ആ യൂറിൻ കൂടി പാസ്സായി. അന്ന് ഞാൻ പൂർണ്ണ സൗഖ്യമായി. എൻ്റെ ശരീരം പൂർണ്ണ അവസ്ഥയിലേക്ക് ആ രാത്രി മടങ്ങി വന്നു. അന്ന് രാത്രിയിലാണ് എൻ്റെ സഹോദരൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ആ ആ ഒരു രാത്രി ഇന്നും പലപ്പോഴും ഓർക്കാറുണ്ട്. ജീവിതത്തില് ആ പഴയ അനുഭവങ്ങൾ ഓർക്കുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും, കർത്താവെ കഴിഞ്ഞ നാളുകളിലത്തെ ഒരു അനുഭവം പിന്നെയും തരണേന്ന്. ആ രാത്രിയില് ഒരു പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ഞങ്ങളായിരുന്ന ആ റൂമിൽ ഇറങ്ങുന്നത് കാണുവാൻ, അത് വ്യക്തിപരമായി അനുഭവിക്കുവാൻ, അത് സ്വന്തമായി എൻ്റെ സൗഖ്യം മാത്രമല്ലായിരുന്നു, എൻ്റെ സഹോദരന്റെ വിടുതലും മാനസാന്തരവും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാനും, അന്ന് വ്യക്തിപരമായ ജീവിതത്തിൽ സ്വന്തമായി കർത്താവിനെ അനുഭവിപ്പാനും, കർത്താവിന്റെ കരം എങ്ങനെ ജീവിതത്തിൽ സ്പർശിക്കുന്നെന്ന് അനുഭവിപ്പാനും ആ രാത്രികാലം ദൈവം ഇടയാക്കി. ആ രാത്രി പലപ്പോഴും ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. കർത്താവ്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇപ്പൊ നമ്മൾ പാടി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും നിരാശകളും ചിലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളെ അത് മുടിച്ചു കളയാൻ വേണ്ടി ആയിരിക്കും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അത് അന്ന് അങ്ങനെ ഒരു സൗഖ്യം അവിടെ കടന്നു വന്നത് എൻ്റെ പ്രിയ സഹോദരനെ രക്ഷിക്കപ്പെടുവാനും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനും അങ്ങനെ സമർപ്പിച്ച് കർത്താവിന് വേണ്ടി വേറിട്ടിരിക്കുവാനും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അന്ന് സെക്കൻഡായിട്ട് കടന്നു വന്ന എൻ്റെ പ്രിയ സഹോദരനാണ്. അന്ന് ആ രാത്രിയിൽ ദൈവം എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. ഇന്ന് വർഷം ഒരു 30 വർഷത്തോളമായിട്ടുണ്ട് ആ രോഗം. ഇന്ന് വരെ പിന്നെ ദൈവം എന്നെ തൊട്ടിട്ടില്ല. എന്നെ കാണുന്ന പറഞ്ഞവർക്ക് പലർക്കും അത്ഭുതമാണ്. പലരും വിചാരിച്ചു ഞാൻ ആ രാത്രി ഞാൻ മുഴിപ്പിക്കത്തില്ല, നമ്മുടെ ഭാഷ പറയുന്നത് ആ രാത്രി ഞാൻ നേരം വെളുക്കുന്ന മുമ്പ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകുമെന്നൊരവസ്ഥയിലായിരുന്നു. എന്നാൽ അന്ന് രാത്രി സ്വർഗത്തിലെ വലിയ തിരുസാന്നിധ്യം ഇറങ്ങി വന്ന് എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. ആ സൗഖ്യം ഈ സമയം വരെയും ഉണ്ട്. ആ രോഗം പിന്നെ എന്നെ തൊട്ടിട്ടില്ല. അത് കഴിഞ്ഞ് പല രോഗങ്ങളും ഭാരങ്ങളും ജീവിതത്തിൽ കടന്നു വന്നു. രോഗങ്ങളും ഭാരങ്ങളും കടന്നു വരികയില്ല എന്നല്ല, ഒരു പ്രാവശ്യം ദൈവം സൗഖ്യമാക്കിയാലും പിന്നെയും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല രോഗങ്ങൾ കടന്നു വരുന്നു. എന്നാൽ അന്ന് ഡോക്ടർമാർ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പണം കൊണ്ടോ ഡോക്ടർ കൊണ്ടോ ബുദ്ധി കൊണ്ടോ മനുഷ്യരെ കൊണ്ടോ സ്വാധീനത്തെ കൊണ്ടോ പ്രിയപ്പെട്ടവരെ കൊണ്ടോ ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ കഴിഞ്ഞ നാളിൽ അനുഭവിച്ചവരാ. എന്നാൽ അവിടെ ദൈവത്തിന്റെ ഒരു കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതൊരു വലിയ വിടുതലായി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുക. അത് മറ്റുള്ളവർക്ക് ഒരു വിടുതലാക്കി തീർക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ ആ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നും നിങ്ങളുടെ മുമ്പിൽ ജീവനോടുകൂടി ആരോഗ്യത്തോടുകൂടി ഇരുപ്പാൻ ദൈവം എന്നെ കണ്ടതിനായി, ദൈവം എനിക്ക് ആയുസ് തന്നതിനായി നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിന് ശേഷമാണ് എൻ്റെ മാതാവും പിതാവും എൻ്റെ ഇളയ സഹോദരനും ദൈവഭാഗത്ത് കടന്നു വന്നു. ഇനി ഒരു സഹോദരി കുടുംബം ദൈവഭാഗത്തില്ല. ഞങ്ങൾ 4 മക്കളാണ്. സഹോദരി കുടുംബം ദൈവഭാഗത്തില്ല, അവർ മർത്തമ സഭയിലാണ്. ബാക്കിയുള്ളവരൊക്കെ ദൈവഭാഗത്ത് കടന്നു വരുവാൻ ഇടയായി. കർത്താവ് നമ്മളെ തെരഞ്ഞെടുക്കുമ്പോൾ കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മുടെ ജീവിതത്തിൽ കഷ്ടത തരുമ്പോഴും അതിനകത്തും ദൈവത്തിന്റെ എന്താണ്, പലപ്പോഴും നമ്മൾ വിചാരിക്കും പിശാച് കൊണ്ടിരുന്നതായിരിക്കും, പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ തീർന്നു പോകുന്നല്ല, അതിന്റെ മധ്യത്തിനകത്തും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ അത് അറിയുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും വിശ്വസിക്കുവാനും ദൈവം നമുക്ക് വിശ്വാസികൾ എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും മുൻപോട്ട് ഇടയാക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. മുൻപോട്ട് ഞങ്ങള് അതിനുശേഷമാണ് ഞങ്ങൾ ബൈബിൾ കോളേജിൽ കടന്നു വന്നു. ഞാൻ അതിനുശേഷം ഒ എം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ 1.5 വർഷക്കാലം കർത്താവിന്റെ വേലയിൽ അന്ന് കർത്താവ് എനിക്കൊരു ദർശനം തന്നായിരുന്നു. ആ രാത്രിയിൽ ദൈവം എനിക്ക് ദർശനം തന്നു. അനേകരുടെ മധ്യത്തിൽ നീ സാക്ഷികളാവുകയും നീ അനുഭവിച്ച വിടുതൽ അനേകർക്ക് ഒരു ആശ്വാസമായി തീരുവേ, അങ്ങനെ ഒരു ദർശനം
ദൈവം തരാനിടയായ അതിന് പ്രകാരം ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ സ്റ്റെപ്പ് എടുത്തു. ആ സമയത്തൊന്നും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും വിശ്വാസമില്ല, ആരും സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. ഒന്നും മുൻപോട്ട് കണ്ടുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയില്ല. എന്നാൽ ദൈവം വിളിച്ചു, വിശ്വസ്തൻ, അന്ത്യം വരെ നടത്തുവാൻ അവൻ ശക്തനും, പറഞ്ഞ വാക്ക് പറഞ്ഞാൽ മാറാത്തൊന്ന്. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്ന പോലെ കർത്താവിൽ മാത്രം വിശ്വസിച്ച് മുൻപോട്ട് ഇറങ്ങാൻ OM-ന്റെ പ്രദേശത്ത് കടന്നുപോയി. 1.5 വർഷക്കാലം, 2 വർഷക്കാലം ഞാൻ OM-ന്റെ പ്രദേശത്ത് പല സ്ഥലങ്ങളിൽ, ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ കടന്നുപോയി കർത്താവിനെ സാക്ഷിപ്പാനും വചനം പറയുവാനും ഒക്കെ ദൈവം ഇടയാക്കി. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷം എന്റെ പ്രിയ സഹോദരൻ ഫിലദൽഫിയ ബൈബിൾ കോളേജ് ഉദയപൂരിൽ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന ബൈബിൾ കോളേജിൽ കടന്നു വന്നു. 1 വർഷത്തിന് ശേഷം ഞാനും ഈ ബൈബിൾ കോളേജിൽ കടന്നു വന്നു. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഒന്നിച്ചു പഠിച്ചു. ഞങ്ങൾ ഇവിടെ ഉദയപൂരിന്റെ പ്രദേശത്ത് ഇപ്പൊ ഞാൻ കുറഞ്ഞതൊരു 29 വർഷമായിട്ട് ഉദയപൂരത്തിന്റെ പ്രദേശത്താണ്. അതിനുശേഷമാണ് ഇവിടെ വെച്ചാണ് എൻ്റെ വിവാഹം നടന്നത്. അതെന്റെ വിവാഹം നടക്കുമ്പോഴും എൻ്റെ വീട്ടിലാരും വിശ്വാസമില്ല. ദൈവം ഇവിടെ വെച്ച് എൻ്റെ വിവാഹം നടന്നു. എൻ്റെ സഹോദരൻ അതിനുശേഷം ഇവിടുന്ന് നവാപൂരിന്റെ പ്രദേശത്ത് കടന്നുപോയി. അവിടുന്നാണ് ഇപ്പം ഗുജറാത്തിന്റെ പ്രദേശത്തായിരിക്കുന്നത്. കഴിഞ്ഞ 29 വർഷമായിട്ട് ഇവിടെ ഈ ഫിലദൽഫിയ ബൈബിൾ കോളേജിനോടും RPC ചർച്ചിനോടും ചേർന്ന് ഇവിടെ ആയിരിക്കാൻ സർവ്വത്തിലത് ഇവിടെയായിരിക്കുന്നു, ഇടയാക്കിയിരിക്കുന്നു. അതിനിടയിലൊക്കെ പല കഷ്ടങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വന്നു. കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടായി. ഇപ്പൊ നമ്മുടെ കൂട്ടത്തില് ഞാൻ വിശ്വസിക്കുന്നു, കൂടിയിരിക്കുന്നവരെല്ലാം വിശ്വാസികളാണെന്ന്. വിവാഹം കഴിഞ്ഞ ഒരു പാസ്റ്ററാണെന്ന് പറഞ്ഞ് എന്നെ വിവാഹം കഴിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ എന്നെ ഉപേക്ഷിച്ച് കടന്നുപോയി. എനിക്കൊരു മകനുണ്ട്. ഞാൻ 1 മാസം പ്രഗ്നന്റ് ആയിരുന്നപ്പോഴാണ് കടന്നുപോയത്. പുള്ളി ഇന്ന് മരിച്ചു പോയെന്നാണ് ഞാൻ കേൾക്കുന്നത്. മരിച്ചു പോയിന്ന് എനിക്ക് ഒരു അറിവ് കിട്ടി. അത് ദൈവദാസനാണെന്നും പറഞ്ഞ് എന്നെ വിവാഹം കഴിച്ചതാ. പക്ഷേ ദൈവദാസനായിരുന്നു, പക്ഷെ വീണുപോയ ഈ സന്നദ്ധയിൽ തെറ്റുകൾ വന്നു പോയ ഒരു വ്യക്തിയായിരുന്നു. ഇവിടെ നിൽക്കാൻ കഴിയാതെ ഇവിടെ പുള്ളി നിന്നില്ല. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ കുടുംബജീവിതത്തിൽ പ്രശ്നം വന്നു. ആ സമയത്തും ഞാൻ പ്രഗ്നൻസിയിലായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയി. ഞാൻ പ്രഗ്നൻസിയിൽ ഇവിടെ ഈ ഉദയപൂരിന്റെ പ്രദേശത്ത് തന്നെയായിരുന്നു. അതെനിക്ക് പറയാൻ പറ്റാത്തത്, ഒന്നാമത് ഞങ്ങളുടെ വീട്ടിൽ ആ സമയത്ത് ആരും വിശ്വാസമില്ലായിരുന്നു. പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവനാമം ദുഷിക്കും. ആ സമയത്തൊക്കെ തകർന്നു പോകേണ്ടതായിരുന്നു. എന്നാൽ ദൈവം നിർത്തി. പകൽക്കാലം ഞാൻ ദൈവത്തെ നന്ദിയോടെ കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് ഈ രാത്രിയിൽ, ഈ പകൽക്കാലം പലപ്പോഴും ദൈവസ്ഥനത്തിൽ സാക്ഷി പറയുമ്പോൾ പറയുവാൻ എനിക്ക് വാക്കുകളില്ല. ദൈവം നടത്തിയ എല്ലാ നന്മകളെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അത് ഞാൻ പറഞ്ഞ ജീവിതത്തിൽ നമുക്കൊരു സൗഖ്യം വന്നു. ഒരു പ്രാവശ്യം ദൈവം നമ്മളെ തൊട്ടു, ദൈവം നമ്മളെ നടത്തി. അത് ജീവിതത്തിൽ പിന്നെ കഷ്ടം വരികയില്ല എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കില്ല. ഒന്ന് മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസികൾക്ക് ജീവിതത്തിന്റെ പരിശോധനകളും പരീക്ഷകളും നേരിടേണ്ടതാണ്. അത് നേരിടാൻ ദൈവം നമുക്ക് കൃപ തരും. ആ സമയത്തൊക്കെ ദൈവം എന്നെ നിർത്തി. പലപ്പോഴും തകർന്നു പോകുന്ന സാഹചര്യം എൻ്റെ മുമ്പിൽ കടന്നു വന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രം ദൈവം നിർത്തിയനായി. ദൈവം തന്ന വാഗ്ദത്തം, ദൈവം തന്ന വചനങ്ങൾ, അത് ദൈവം പലപ്പോഴും ഞാൻ ഭാരപ്പെടുമ്പോൾ, പലപ്പോഴും ഞാൻ വിഷയത്തെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുമ്പോൾ കർത്താവ് എനിക്ക് വചനം തരാറുണ്ട്. ആ വചനത്തിൽ കൂടി മുൻപോട്ട് ബലപ്പെട്ടു പോകാൻ ദൈവം ഈ സമരെ എന്നെ നടത്തി. അതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അത് കഴിഞ്ഞ് എനിക്ക് മോനുണ്ടായി. അവനിപ്പോൾ 23 വയസ്സുണ്ട്. ബാംഗ്ലൂർ BBA കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിന്റെ പ്രദേശത്ത് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അതിനോടൊപ്പം പഠിക്കുകയും ചെയ്യുന്നു. ഓർത്ത് പ്രാർത്ഥിക്കുക. സമൂഹൽ എന്നാണ് എൻ്റെ പേര്. അന്ന് ഞാനിവിടെ പ്രഗ്നൻസിയിലായിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിട്ടിട്ട് പോയി കഴിഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് നിരാശയിൽ പോയായിരുന്നു. നമ്മളൊക്കെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല നമ്മൾ ദൈവമക്കളാ, നമുക്ക് നിരാശ വരത്തില്ല, ദുഃഖം വരത്തില്ല, ഭാരം വരത്തില്ല, എല്ലാം വരും നമ്മുടെ ജീവിതത്തിൽ. ഞാനത് അനുഭവിച്ചറിഞ്ഞ വ്യക്തി. നിരാശയും വരും. പക്ഷേ ആ നിരാശ നമ്മുടെ മേൽ ജയം പ്രാപിക്കാൻ ദൈവം നമുക്ക് കൃപ തരും. അതിന്റെ മേൽ ജയം പ്രാപിക്കും. ലോകക്കാർക്ക് വരുന്ന സകല കഷ്ടങ്ങളും ഭാരങ്ങളും ദുഃഖങ്ങളും എല്ലാം ദൈവമക്കളുടെ ജീവിതത്തിൽ കടന്നു. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. പക്ഷെ അതിന്റെ മേൽ ജയം പ്രാപിപ്പാൻ ദൈവം നമുക്ക് കൃപ തരും. അതാണ് നമ്മുടെ കൃപ, അതാണ് നമ്മുടെ ബലം, അത് മാത്രമാണ് നമ്മുടെ ബലം. ആ സമയത്തൊക്കെ ഞാൻ അന്ന് 2 മാസം പ്രഗ്നൻസിയിലായിരിക്കുമ്പോൾ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു, നിരാശ പോലെ എനിക്ക് കടന്നു വന്നു. ആ സമയത്ത് ഒരു ദേവദാസൻ എൻ്റെ അടുത്ത് വന്നിട്ട്, പലർക്കും അറിയത്തില്ലായിരുന്നു ഞാൻ
മാനസിക അവസ്ഥയിലാണ്. ഒരു പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, നിനക്ക് ദൈവം ഒരു സന്തതി തരും, അവന്റെ പേര് സാമുവേൽ എന്ന് വെക്കണം, അവനെ ദൈവത്തിന് അവനെ കൊണ്ട് ഉപയോഗമുണ്ടെന്ന്. ആ സമയത്താണ് പലരും അറിഞ്ഞ് ഞാൻ പ്രഗ്നൻസിയിലാണ്. പക്ഷെ ഞാൻ അന്നൊക്കെ ഞാൻ നിങ്ങളോട് സഹോദരിമാരുടെ മീറ്റിങ്ങിനോട് തുറന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കഥ പലരും എനിക്ക് അഡ്വൈസ് തന്നു. ഇപ്പൊ 1 മാസമേ ഉള്ളൂ, 1.5 മാസമേ ഉള്ളൂ, ഇത് നമുക്ക് കളയാം. അങ്ങനെ പലരും പറഞ്ഞു. പക്ഷെ ഒരു ജീവൻ ദൈവം തന്നു, അതിനെ എടുക്കാനുള്ള അവകാശം നമുക്കില്ല. പക്ഷെ പലപ്പോഴും ഞാൻ എന്റെ മനസ്സിലെ കർത്താവ് നിനക്ക് ഹിതമാണെങ്കിൽ മാത്രം. പക്ഷെ അങ്ങനെ എന്റെ മനസ്സറിഞ്ഞ് ദൈവം എന്നെ ബലപ്പെടുത്താൻ വേണ്ടി അന്ന് ഒരു ദൈവദാസൻ കടന്നു വന്ന്, വർഷങ്ങൾക്ക് മുമ്പ് 2001 സംഭവം. അന്ന് കടന്നു വന്ന് എന്നോട് ഞാൻ അന്ന് ഇങ്ങനെ പുറകിലിരുന്ന് ഒത്തിരി ഭാരപ്പെട്ടിരിക്കുക. ആ മനുഷ്യന്, ആ ദേവദാസൻ എന്നെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. ആ ദേവദാസൻ എന്റെ തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതിനൊക്കെ ദൈവം ഒരു മകനെ തരും, അവന്റെ പേര് സമൂഹൽ തരണം, ദൈവനാമത്തിന് അവനെ കുറിച്ച് ഉദ്ദേശമുണ്ടെന്ന്. അങ്ങനെ അന്ന് ഞാൻ പിന്നെയും ബലപ്പെട്ടു. ഞാൻ പറഞ്ഞു, നമ്മളെപ്പോഴൊക്കെ ഭാരപ്പെട്ടാലും മനുഷ്യന്റെ വാക്കിനപ്പുറമായി ദൈവത്തിന്റെ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ ഒരു വചനം കടന്നു വരുമ്പോൾ, പ്രോമിസ് കടന്നു വരുമ്പോൾ നമ്മളൊക്കെ ബലപ്പെടും. ഇന്ന് പകൽക്കാലം പറഞ്ഞ ജീവിതത്തിൽ ഒരു ദുഃഖം കഴിഞ്ഞ് അടുത്ത ദുഃഖം, ഒരു ഭാരം കഴിഞ്ഞ് അടുത്ത ഭാരം. പലപ്പോഴും നമ്മൾ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞ് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തുകൊണ്ടെന്ന്. കർത്താവ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ ജയിച്ച ക്രിസ്തുവിനെ ഞാനും നിങ്ങളും പിൻപറ്റുമ്പോൾ ആ കഷ്ടം നമ്മുടെ ജീവിതത്തിലുണ്ട്. കർത്താവ് അനുഭവിച്ച എല്ലാ കഷ്ടങ്ങളും ഇല്ലെങ്കിലും ലോകത്തിലും നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അനുഭവിക്കുന്ന കഷ്ടമല്ല, മറ്റൊരു വ്യക്തി അനുഭവിക്കുന്നത്. എനിക്ക് സഹിക്കാവുന്നത് ദൈവം എനിക്ക് തരും, നിങ്ങൾക്ക് സഹിക്കാവുന്നത് നിങ്ങൾക്ക് തരും. എല്ലാം നമ്മളിലൂടെ ഈ കൂടിയിരിക്കുന്ന ഡിവൈസിനകത്ത് കൂടിയിരിക്കുന്ന ആർക്കും ഇല്ല എന്തെങ്കിലും ഭാരമില്ല. എന്നാൽ ഒന്ന് മാത്രം ഇന്ന് പകൽക്കാലം പറയാൻ, ആ ഭാരം നമ്മളെ ഒരിക്കലും കീഴ്പ്പെടുത്താൻ ഇടയാകും. രോഗവും കടന്നു വരും, നിരാശയും കടന്നു വരും, ദുഃഖവും കടന്നു വരും, പണസംബന്ധം, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുള്ള കാര്യം. ഒന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുള്ളത്, നമ്മുടെ കർത്താവ് നമ്മളെ ഒരു നാളും കഴിയും. ധനമോ ശരീരമോ മനുഷ്യന്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ നമുക്കുള്ള സ്വാധീനമോ, ഇതൊക്കെ ഇന്ന് കാണാൻ ചിലപ്പോൾ നാളെ കാണത്തില്ല. പലരും നമ്മളോട് വാഗ്ദത്തം ചെയ്യും, ഞാനത് ചെയ്യാമെന്ന്. പക്ഷെ അത് നിറവേറണമെന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം വാക്ക് പറഞ്ഞാൽ മാറാത്തൊരു കർത്താവാണ് ഞാൻ നിങ്ങളെ സേവിക്കുന്നത്. എന്റെ ജീവിതത്തില് വ്യക്തിപരമായി ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് ആ ദൈവത്തെ. ഇന്ന് പകൽക്കാലം നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അന്ന് ദൈവം എനിക്ക് ദർശനം അനുസരിച്ച് ഇന്ന് കർത്താവിന്റെ വേലയിൽ ഞാൻ ആയിരിക്കുന്നു. ഇന്നിവിടെ ഞങ്ങൾക്ക് ഇവിടെ നല്ലൊരു കൂട്ടമുണ്ട്, RPC ചർച്ച് എന്ന് പറയുന്ന. ഇതിനകത്ത് ലോക്കലായിട്ടാണ് കൂടുതൽ ആൾക്കാർ കടന്നു വരുന്നത്. അതിനകത്തൊക്കെ സഹോദരിമാർ ഒറ്റയ്ക്ക് കടന്നു വരുന്ന വിശ്വാസത്തിൽ ഇവിടുത്തെ പല ജാതിയിൽ നിന്നും കടന്നു വരുന്ന, രാജസ്ഥാനിലാണ് ഉദയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജാതിയിൽ നിന്നൊക്കെ കടന്നു വരുന്ന പ്രിയപ്പെട്ടവരുടെ ഇടയിൽ, അനേക ഭാഷകളിൽ അനേക ഗോത്രങ്ങളിൽ നിന്ന് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരുടെ ഇടയിൽ കർത്താവിന്റെ വേല ചെയ്യുവാന് ദൈവം കഴിഞ്ഞ നാളുകളിൽ എന്നെ സഹായിച്ചു. അതിന് ആ വേലയിലേക്ക് കടന്നു വരാൻ ദേവദാസി പറഞ്ഞു, പല പ്രോസസ് ജീവിതത്തിൽ കൂടെ കടന്നു വരും. പല പ്രാവശ്യം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവെ ഇത് പോകുന്നത് സത്യമായിട്ട് നീ എന്നെ വിളിച്ചതാണോ എന്ന് പോലും ചിന്തിക്കേണ്ട അവസരങ്ങൾ പോലും മുമ്പിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ ദൈവം നിർത്തി ആ ദൈവത്തെ ഇന്ന് പകൽക്കാലം നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പല സഹോദരിമാരെ ഭാരപ്പെടുന്നവര്, കുടുംബജീവിതത്തിൽ പ്രശ്നമുള്ളവരോട്, അവരുടെയൊക്കെ മുമ്പിൽ പോയി കർത്താവിനെ കുറിച്ച് പറയുവാനും അവരെ ബലപ്പെടുത്തുവാനും, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ അനേകരെ ബലപ്പെടുത്തുവാനും ദൈവ ഈ ദിവസങ്ങൾ എനിക്ക് മുഖാന്തരം ഒരുക്കി. അതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ ഇവിടെ ആയിരിക്കുന്നിടത്ത് ഇവിടെ തിങ്കൾ തൊട്ട് വെള്ളി വരെ എല്ലാ ദിവസവും എനിക്ക് സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ട്. അത് പല ഏരിയയില് ഒറ്റയ്ക്ക് സഹോദരിമാരെ കടന്നു വരുമ്പോൾ അവരുടെ ഇടയിൽ ദൈവദാസന്മാർക്ക്, പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ രാജസ്ഥാനിൽ ദൈവദാസന്മാർക്ക് അങ്ങനെ കടന്നു പോകാൻ പറ്റത്തില്ല, അവരുടെ വീടുകൾ വിസിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അവരെയൊക്കെ വ്യക്തിപരമായി പോയി വിസിറ്റ് ചെയ്യുകയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ വിഷയങ്ങള് എടുത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, അവരെ ബലപ്പെടുത്തുവാനും ഒക്കെ ദൈവം കഴിഞ്ഞ നാളില് അടിയനെ ഉപയോഗിക്കുന്നു. അതിനവർക്ക് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ജീവിതത്തിൽ പല പ്രയാസങ്ങൾ, നഷ്ടങ്ങൾ, ഒന്നുകൂടി ഞാൻ പറഞ്ഞിട്ട് ഒരു സാക്ഷി കൂടി പറഞ്ഞിട്ട് ഞാൻ അല്പമായ വചനം സാക്ഷി നമ്മൾ പറയുമ്പോൾ ഞാൻ ആ രോഗകാര്യം നിങ്ങളോട് പറഞ്ഞ്, അത് ഞാൻ കിടക്കയിലായിരുന്നത് 3 മാസമാണ്. 3 മാസം എനിക്ക് 30 വർഷം പോലെ ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറയുമ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ തീരും. എന്നാൽ ആ സമയങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ ദൈവം ബലപ്പെടുത്തുന്നു. ദൈവത്തിന്റെ തിരുസാന്നിധ്യവും ദൈവത്തിന്റെ കൃപയും അനുഭവിച്ചത് വർണ്ണിപ്പാൻ നമുക്ക് നാവുകൾ പോരാ, നമുക്ക് ശബ്ദം പോരാ. പലപ്പോഴും അത് വർണ്ണിക്കുവാൻ നമുക്ക് വാക്കുകളില്ല. കർത്താവിന്റെ പ്രവൃത്തിയും കർത്താവ് ജീവിതത്തിൽ ചെയ്ത
നന്മകളും. 2016 ഞാനിവിടെ ഞങ്ങളുടെ ഇവിടെ ഒരു വലിയ ക്യാമ്പസ് ആണ് ഇവിടെ, ബൈബിൾ കോളേജ്, ഹോസ്റ്റല്, ഒരു സ്കൂള്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഒരു ക്യാമ്പസിനാണ് ഞാൻ താമസിക്കുന്നത്. അന്ന് ഞാൻ താമസിക്കുന്ന ഒരു ക്വാർട്ടറിൽ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാന് പിന്നെ 2016 എന്റെ മോൻ അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ സഹോദരന്റെ മോൻ അന്ന് 7 വയസ്സുള്ള അവന് വന്ന് എന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞാനിവിടെ ക്വാർട്ടറിൽ അന്ന് ഓർഫനേജിലെ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തം എനിക്കുണ്ടായിരുന്നു. അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ 2ാം നിലയിൽ ആയിരുന്നു. ആ സമയത്ത് ഞാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി താഴെ ഇറങ്ങിപ്പോയി. താഴെ ഞാൻ ഇറങ്ങി ഇങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് ഒരു സൺഡേ ദിവസമായിരുന്നു. ഞാൻ എന്റെ മോനും മറ്റേ ആങ്ങളയുടെ മോനും ഇവർ രണ്ടുപേരും കിടന്ന് ഉറങ്ങുമായിരുന്നു 2016. ഉറങ്ങപ്പോ സൺഡേ ദിവസമായതുകൊണ്ട് ഞാൻ വെച്ച് ഇവർ ഉറങ്ങിക്കോട്ടെന്ന് കൊണ്ട് ഞാൻ താഴെ ഇറങ്ങിപ്പോയി. താഴെ ഇറങ്ങി അവിടെ ചെന്നിരുന്നപ്പോൾ ദൈവാത്മാവ് എന്റെ ഇത്ര ഫോഴ്സ് ചെയ്തു, വലിയതായിട്ട് ഫോഴ്സ് ചെയ്തു പോയി ഇവരെ രണ്ടുപേരെയും വിളിച്ചോണ്ട് എഴുന്നേൽപ്പിച്ചോണ്ട് വരാം. ഞാൻ വെളിയിൽ നിന്ന് കുറ്റിയിട്ടിട്ടാണ് പോകാറുള്ളത്. അപ്പൊ ഞാൻ വീട്ടിൽ തിരിച്ചു പോയിട്ട് ഇവരെ രണ്ടുപേരും എഴുന്നേക്കാൻ ഞാൻ ഇവരെ വെള്ളം ഒഴിച്ച് എഴുന്നേൽപ്പിച്ച് എന്റെ കൂട്ടത്തിൽ ഞാൻ വിളിച്ചോണ്ട് പോയി. ഞാൻ വിളിച്ചോണ്ട് പോയി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബൈബിൾ കോളേജിലെ സഹോദരന്മാർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ആന്റിയുടെ വീടിന്റെ പുറകുവശത്ത് നിന്ന് പുക പൊങ്ങുന്നതായിട്ട് കാണുന്നത്. ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ച് ഞാനൊന്നും പുക വെച്ച് കത്തിച്ചിട്ടില്ല, എന്താന്ന് കണ്ട് തിരിച്ചു ചെന്നപ്പോഴാണ് എന്റെ വീട് മൊത്തം കത്തിപ്പോയി. ആ സമയം അത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ട് ഒരു തീപ്പൊരി വീണിട്ട് അത് ഒരു പേപ്പറെ വീണ് അത് കത്തി 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 മൊത്തം കത്തി, ഒന്നുമില്ലാതെ എല്ലാം കത്തി. അന്നേരം പുറത്തു നിന്ന് 2 ഫയർഫോഴ്സ് വന്നിട്ടാണ് തീ കെടുത്തിയത്. അതുപോലെ ഒന്നും ശേഷിച്ചില്ല. ഞാനും 2 കുഞ്ഞുങ്ങളും മാത്രം വെളിയിൽ. ഇടാൻ ചെരുപ്പ് പോലും ഇല്ലാതെ സകലവും കത്തിപ്പോയി. ഒരു നിമിഷം എന്റെ ഹൃദയത്തിൽ ഒരു വേദന കടന്നു വന്നു. നമ്മൾ മനുഷ്യല്ലേ, നമ്മൾ കടന്നു വന്നു, കർത്താവേ, ഇടാൻ ഒരു തുണി പോലും ശേഷിക്കാതെ, ഇടാൻ ഒരു ചെരുപ്പ് പോലും ശേഷിക്കാതെ സകലതും കത്തിച്ചാമ്പലായി. പക്ഷെ ആർക്കും ഒരു ഹാനി വരുത്തിയില്ല. ഞങ്ങളുടെ ക്യാമ്പസിനകത്ത് ആ സമയത്ത് ബൈബിൾ കോളേജിൽ കുറഞ്ഞതൊരു 16 സിലിണ്ടറിൽ നിറച്ചു വെച്ചേക്കും. ഞാൻ അതിന്റെ മുകളിൽ കിച്ചണിന്റെ മുകളിലാണ് ഞാൻ താമസിച്ചത്. ആ സിലിണ്ടറിൽ എന്റെ സിലിണ്ടർ ഇരുന്ന കതവിന്റെ പുറയിൽ ഇരുന്ന് ആ കതവേൽ ഇങ്ങനെ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കതവ് കത്തി, തുണി കത്തി സിലിണ്ടറിന്റെ മണ്ടയ്ക്ക് വീണു. പക്ഷെ ദൈവം തന്റെ കൈ വെച്ച് സൂക്ഷിച്ച പോലെ ആ സിലിണ്ടർ പൊട്ടാതെ വണ്ണം കർത്താവ്, ആ സിലിണ്ടർ അവിടെ പൊട്ടിയിരുന്നെങ്കിൽ ആ ക്യാമ്പസിലെ പല സിലിണ്ടറുകളും പൊട്ടിയിരുന്നു. പക്ഷെ ദൈവം വലിയൊരു ആപത്തിലും ദൈവം വെടിവെച്ചു. പക്ഷെ നമ്മൾക്ക് ലോകപരമായുള്ളത് പലതും നഷ്ടമായി. തുണി പ്രത്യേകിച്ച് നമുക്ക് ഡെയിലി യൂസിന് വേണ്ട തുണി, എനിക്ക് ഇടാൻ ചെരുപ്പ് പോലും ഇല്ലാതെ വണ്ണം ആ ചെരുപ്പ് ഇട്ടോണ്ടിരുന്നത് പോലും ഫയർഫോഴ്സ് വന്ന് ആ വെള്ളം അടിച്ചു നിർത്തി പാലയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരുടെ തിക്കും തിരക്കും കൊണ്ട് ഇട്ടിരുന്ന ചെരുപ്പുകൾ പോലും നഷ്ടപ്പെട്ടു. പക്ഷെ അതിലൊക്കെ ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എന്ത് പാവമാണ് ഇത് ചെയ്തത്. അപ്പൊ ദൈവം എന്റെ ഹൃദയത്തിൽ തന്നൊരു ഒരു പാവമില്ല. അയ്യൂബിന്റെ ജീവിതത്തിൽ എല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ട് നോക്കി ഇന്ന്. പക്ഷെ അയ്യൂബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്ത്, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. പക്ഷെ അന്ന് ആ സമയത്ത് ദൈവം വേറൊരു ഒരു 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 ചിന്ത എന്റെ ഹൃദയത്തിൽ ഇട്ടത്, ഈ 2 കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് അന്നേരം ദൈവാത്മാവ് എന്റെ ഫോഴ്സ് ചെയ്ത് ഉള്ളിൽ എന്നെ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പോയ കുഞ്ഞുങ്ങളെ വിളിച്ചോണ്ട്, അല്ലെങ്കിൽ അവര് പുറത്തുനിന്ന് ഞാൻ അവരെ കുറ്റിയിട്ട്, ആരും അപ്പുറം ഇപ്പുറം താമസിക്കുന്നവരാരും അറിഞ്ഞില്ല ഇവിടെ തീ കത്തുന്നുണ്ട്. പുറകിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ പുക വന്നപ്പോഴും വെളിയിൽ നിന്നവരാണ് കണ്ടത്. പക്ഷെ ആ സമയത്ത് ആ കുഞ്ഞുങ്ങൾ അതിനകത്ത് കിടന്നിരുന്നെങ്കിൽ അവർ രണ്ടുപേരും ഇനി ജീവനോട് കാണട്ടെ. പക്ഷെ നമ്മളുടെ ശരീരത്തെ തൊടുവാൻ ദൈവം അനുവദിച്ചില്ല. കുഞ്ഞുങ്ങൾക്ക് ജീവന് ഹാനി വരുത്താതോണം ദൈവം സൂക്ഷിച്ചു. ആ ദൈവത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം. അങ്ങനെ ഞാൻ പറഞ്ഞു, ജീവിതത്തില് നമ്മൾ വിചാരിക്കും ഇന്ന് ദുഃഖം കഴിഞ്ഞ് നാളെ നമുക്ക് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ഇന്ന് ഞാനും നിങ്ങളും സ്വസ്ഥത, സമാധാനം, സന്തോഷം ജീവിതത്തിൽ അനുഭവിച്ച് മുൻപോട്ട് പോകുന്നു. എന്നാൽ നാളത്തെ ദിവസം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. നമുക്കറിയാം നാളത്തെ ദിവസം ദൈവം നമ്മുടെ കൂടെ. എത്ര കഷ്ടങ്ങൾ വന്നാലും, എത്ര ഭാരങ്ങൾ വന്നാലും, എത്ര ചീച്ചുളയാണെങ്കിലും അതിന്റെ മധ്യത്തിൽ കൂടി നമ്മുടെ ഏഷ്യായുടെ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ തീച്ചൂളയിൽ കൂടി കടന്നു പോകേണ്ട അവസ്ഥകൾ, ജലത്തിന്റെ അടിയിൽ കൂടി കടന്നു പോകേണ്ട അവസ്ഥകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരും. അത് അങ്ങനെ ഉണ്ട്, ഒരവസ്ഥയുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ആ തീജ്വാല നമ്മളെ ദഹിപ്പിക്കാതെ വണ്ണം, ആ വെള്ളം നമ്മളെ മുക്കിക്കളയാതെ വണ്ണം, ആ രോഗം നമ്മളെ കവർന്നു തിന്നാതെ വണ്ണം, ആ നിരാശ നമ്മളെ കവർന്നു തിന്നാതെ വണ്ണം, ആ കടന്നു വരുന്ന പ്രതികൂലം നമ്മളെ അടിമപ്പെടുത്താതെ വണ്ണം അതിന്റെ മേൽ ജയമെടുക്കുവാൻ ഒരു ദൈവകൃപയുണ്ട്. ആ ദൈവകൃപയെ ഓർത്ത് ഞാൻ നന്ദിയോടെ ആ കൃപ ദൈവമക്കൾ അനുഭവിച്ചറിയുന്നു. ആ ദൈവമക്കൾക്ക് മാത്രമേ ഇങ്ങനെ കഷ്ടങ്ങളും പ്രയാസങ്ങളും നിരാശകളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. നമ്മൾ മനുഷ്യർ.
ഞാൻ പറഞ്ഞു മനുഷ്യ നമുക്കെല്ലാം ഈ ലോകത്തിൽ അനുഭവിക്കുന്ന എല്ലാ കഷ്ടങ്ങളും നമ്മളെയും കൂടെ തട്ടിക്കൊണ്ടാ പോകുന്നത്. നമുക്കറിയാം കൊറോണ വന്നു, എല്ലാവർക്കും വന്നു, നമ്മുടെ വിശ്വാസികൾക്കും വന്നു, പാസ്റ്റർമാർക്കും വന്നു, വെള്ളപ്പൊക്കം വന്ന എല്ലാവർക്കും വരും. പക്ഷെ അതിന്റെ ആ പ്രതികൂലങ്ങളൊന്നും ദൈവമക്കളെ ബാധിക്കാതെ വണ്ണം കഷ്ടങ്ങളും പ്രയാസങ്ങളും മരണങ്ങളും പ്രിയപ്പെട്ടവരൊക്കെ കടന്നു പോകുമ്പോഴും അതിന്റെ മധ്യത്തിൽ നിൽക്കുവാൻ ദൈവം ഒരു കൃപ തരുന്നുണ്ട്. ആ കൃപയാണ് ഞാൻ നിങ്ങളും അനുഭവം. അത് ഈ ലോകത്തിൽ ഇന്ന് പലർക്കും ഇല്ല. നമുക്ക് ദൈവമക്കൾക്ക് അങ്ങനെ ദൈവം ഒരു കൃപ, അങ്ങനെ ഒരു ബന്ധം, നമ്മുടെ കാലുകളെ ഉറപ്പിക്കുവാൻ അങ്ങനെ ഒരു ക്രിസ്തു നമുക്കുണ്ട്. അതാണ് എന്റെയും നിങ്ങളുടെയും വിധി. എന്ത് വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ദൈവം എന്നെ കൈവിടുകയില്ല എന്ന് ഒരു ഉറപ്പ് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദിവസങ്ങളിൽ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അല്പമായ എന്റെ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. ഞാൻ ദൈവം എന്റെ ഹൃദയത്തില് മുൻപോട്ട് എന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ ഭാവി, എന്റെ ജീവിതം അവന് കർത്താവിന്റെ ഹിതം എന്തെന്ന് അതിനനുസരിച്ച് മുൻപോട്ട് ജീവിപ്പാൻ ഞാൻ അവനോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല നീ കർത്താവിന്റെ വിലക്ക് ഇറങ്ങുന്ന ഒരു കോഴ്സ് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ ഉള്ളിലൊരു പ്രാർത്ഥനയുണ്ട്. അവന് ദൈവം ഒരു വിളി, അവന് വ്യക്തിപരമായി പേഴ്സണലായിട്ട് ദൈവം അവനോട് സംസാരിക്കുവാനും അവനെ അതിനുവേണ്ടി സമർപ്പിക്കുവാനും അവൻ കർത്താവിന് വേണ്ടി ജോലിയോടുകൂടെ എങ്ങനെയായാലും ദൈവം അവനെ കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നോ അത് അവന്റെ ജീവിതത്തിൽ നടക്കുവാൻ വേണ്ടി ദൈവജനത്തിന്റെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. അതിനോടൊപ്പം ഞങ്ങളുടെ ഇവിടെയുള്ള സഭ ഇപ്പം ദേവദാസ് പ്രാർത്ഥിച്ചതുപോലെ പല പ്രശ്നങ്ങളാണ്. ഇപ്പൊ ദൈവജനത്തിന് കടന്നു വരുവാൻ പേടിയാണ്. അവരുടെ ഭവനങ്ങളിൽ നമുക്ക് കോട്ടേജ് മീറ്റിംഗ് വെക്കാൻ പറ്റത്തില്ല. അവിടെ പോയി നമ്മള് കോട്ടേജ് മീറ്റിംഗ് വെച്ചാൽ പോലും വന്ന് എപ്പോഴും നമ്മളെ അറസ്റ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെയാ കടന്നു പോകുന്നത്. അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക, സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇവിടെയുള്ള ദേവദാസന്മാരെ, ഇവിടുത്തെ വേലയും നിങ്ങളൊക്കെ ആയിരിക്കുന്നത് നിങ്ങൾ കർത്താവോടെ നിങ്ങളെ സൂക്ഷിക്കണമെന്ന് നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നതിനുള്ള അടിയന്റെ പൈതലിനെയും അടിയനെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അതിനോടൊപ്പം ദൈവം എന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു വചനം നിങ്ങളോട് പങ്കുവെച്ച് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 27-ാമത്തെ അധ്യായമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തിക്കകത്ത് പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് കടന്നുപോയ ഒരു കപ്പൽ യാത്രയിൽ ജീവിതത്തില് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളാണ് ഈ 27-ാമത്തെ അധ്യായത്തില് 9 ലൈന് മുമ്പ് തൊട്ട് അത് പൗലോസ് പോകുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. തടവിലായിരിക്കുന്നത് തന്നെ അവൻ മുൻപോട്ട് പോകാൻ വേണ്ടി അവനെ കപ്പലിലാക്കിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. പൗലോസിന്റെ യാത്രയാണ്, റോമിലേക്കുള്ള യാത്രയാണ് ഇവിടെ കാണിക്കുന്നത്. ആ സമയത്ത് പൗലോസ് അവന്റെ ജീവിതത്തില് നേരിട്ട പ്രശ്നങ്ങള് ആ സമയത്ത് പൗലോസിനോട് നമുക്ക് അധ്യായം വായിക്കുമ്പോൾ കാണാൻ പറ്റും. അതിനകത്ത് 276 പേരുണ്ടായിരുന്നു. എന്നാൽ 276 പേരുടെ ഇടയിൽ പൗലോസ് എങ്ങനെ ദൈവസന്നിധിയിൽ നിന്നു, പൗലോസ് നേരിടേണ്ടി വന്നു, പൗലോസ് മറ്റുള്ളവരെ എങ്ങനെ ഉറപ്പിച്ചു, ആ കഷ്ടത പൗലോസ് എങ്ങനെ കണ്ടു, ആ കഷ്ടതയുടെ നടുവിൽ പൗലോസിനോട് ദൈവാത്മാവ് ദൈവദൂതൻ എങ്ങനെ സംസാരിച്ചു, അത് അവരുടെ ജീവിതത്തെ എങ്ങനെ ബലപ്പെടുത്തി. അങ്ങനെ ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ വാക്യങ്ങളും വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 9 തൊട്ട് അതിന് മുൻപോട്ടുള്ള 44 വരെയുള്ള വാക്യങ്ങളോ നമ്മൾ വായിക്കുമ്പോഴാണ് ഈ കപ്പൽ യാത്രയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കപ്പൽ യാത്രയിൽ പൗലോസ് ഈ യാത്ര തുടങ്ങുമ്പോൾ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അവന് പലരോടും പറഞ്ഞു ഈ യാത്രയിൽ നമുക്ക് പ്രശ്നങ്ങൾ മുൻപോട്ട് ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും കൂട്ടത്തിലുള്ളവര് കപ്പിത്താന്റെയും കപ്പൽ ഉടമയുടെയും വാക്കുകളാണ് ഇവിടെ കേട്ടത്. അവര് നോക്കിയപ്പോൾ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല, കഷ്ടതയില്ല, ഒന്നുമില്ല, സമുദ്രം ശാന്തമാണ്. അങ്ങനെ അവിടെ എഴുതിയേക്കുന്നത്. എന്നാൽ അവര് കപ്പൽ യാത്ര തുടങ്ങിയപ്പോൾ നമുക്ക് വായിക്കാം. അതിനകത്ത് 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: തെക്കൻ കാറ്റ് മന്ദമായി ഒതുകിയാൽ താല്പര്യം സാധിച്ചു. അവര് നോക്കിയപ്പോൾ കടൽ ശാന്തമാണ്, കാറ്റ് മന്ദമായിട്ടാണ് അടിക്കുന്നത്, ഒരു പ്രശ്നവുമില്ല. 13-ാമത്തെ വാക്യത്തിൽ അങ്ങനെ ആയിരുന്നു. എന്നാൽ പെട്ടെന്ന് 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനൻ മൂലം എന്ന കൊടുങ്കാറ്റടിച്ചു. ഒരു നിമിഷം കൊണ്ടാണ് ചേഞ്ച് ആയത്. അവര് യാത്ര തുടങ്ങിയപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. ഈ ദിവസങ്ങളിൽ നമുക്കറിയാം നമ്മളുടെ ക്രിസ്തീയ ജീവിതം ഒരു കപ്പൽ യാത്ര പോലെ. നമ്മുടെ യാത്രയിൽ ആദ്യം ചില സമയങ്ങളിൽ നമ്മൾ ശാന്തമാണ്, എന്നാൽ പെട്ടെന്നാണ് ഒരു കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിൽ അടിക്കുന്നത്. അപ്പോൾ ഈ കൊടുങ്കാറ്റ് വരുമ്പോൾ ഒരു ദൈവവൈതല്, ഒരു ദൈവഭക്തൻ അതിന്റെ നടുവിൽ എങ്ങനെയാണ് നിൽക്കുന്നതെന്നാണ് പൗലോസിനെ കുറിച്ച് നമുക്ക് ഈ അധ്യായത്തില് നമുക്ക് കാണാൻ കഴിയുന്നത്.
അവിടെ നമ്മൾക്ക് പൗലോസിനൊരു ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു. പൗലോസിനൊരു ഉൾക്കാഴ്ച ഉണ്ടാവും. നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് ഈ യാത്ര ശുഭകരമല്ല എന്ന്. പക്ഷെ പൗലോസിന്റെ വാക്കുകൾ ആ സമയത്ത് ആരും കൈക്കൊണ്ടില്ല. ആരും കൈക്കൊണ്ട കപ്പൽ ഉടമയുടെയും കപ്പിത്താന്റെയും ഒക്കെ വാക്കുകൾ കേട്ടാണ് അവർ മുൻപോട്ട്. അതുകൊണ്ട് അവര് നോക്കിയപ്പോൾ, അവരുടെയും കുറ്റമല്ല, നോക്കിയപ്പോൾ ശാന്തമാണ്, മന്ദമായിട്ട് കാറ്റ് വീശുന്നതാണ്. എന്നാൽ പെട്ടെന്ന് അവരെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആണ് അവർ കടന്നു വന്നത്. അപ്പോൾ 14-ാമത്തെ ഈ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നമ്മൾ കണ്ടത്, ഈശാനം മൂലം കൊടുങ്കാറ്റടിച്ചു, അവർക്ക് അവരുടെ കപ്പൽ നിയന്ത്രിക്കാൻ വയ്യാതെ അവരുടെ കൈകളിൽ നിന്ന് അവരെ കൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ കൂടി കടന്നുപോയി. എന്നാൽ ഇതിന്റെ നടുവില് ദൈവത്തെ വിശ്വസിച്ച പൗലോസ്, ദൈവഭക്തനായ പൗലോസ്, ദൈവകൃപയുള്ള പൗലോസ് എന്ത് ചെയ്തെന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന. പൗലോസിന്റെ പ്രതികരണം അവിടെ എന്തായിരുന്നു? 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ കൊടുങ്കാറ്റിൽ അത്യന്തം അലയുകൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. ചരക്കെടുത്ത് അവര് തന്നെ ചരക്കെടുത്ത് പുറത്തു കളഞ്ഞു. അതിനുശേഷം കപ്പലിനെ നിയന്ത്രിക്കേണ്ട കപ്പലിനകത്തുള്ള സകല സാധനങ്ങളും അവരെടുത്ത് പുറത്തു കളഞ്ഞു. നമുക്കറിയാം ഈ ലോകത്തില്, ഈ ലോകത്തിലുള്ള ജനം അവരുടെ ജീവിതത്തിന് കഷ്ടങ്ങളും പ്രയാസങ്ങളും വീഴുമ്പോൾ ആ പ്രതികൂലങ്ങളെ തരണം ചെയ്യാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. അവര് ജീവിതത്തെ പോലും നശിപ്പിച്ചു കളയും. ജീവിതം ഇല്ലാതാക്കിക്കളും, കുടുംബം ഇല്ലാതാക്കിക്കളും. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഒരു ചെറിയ പ്രശ്നത്തെ തരണം ചെയ്യാൻ പറ്റാതെ വണ്ണം അവരവരുടെ ജീവിതം അവിടെ അവസാനിപ്പിക്കും. അവരുടെ ജീവിതത്തിലുള്ള പ്രിയപ്പെട്ടവരെ അവര് വിട്ടുകളയും. എന്നാൽ ഒരു ലോകത്തുള്ള മനുഷ്യരുടെ പ്രതികരണം ഇതാണ്, അവരിങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഞാനും നിങ്ങൾ ഒരു ദൈവഭക്തരും ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയായി അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, വളരെ നാളായി സൂര്യനോ നക്ഷത്രങ്ങളോ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ട് ഇരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ഒന്നാമത് ഞാൻ പറഞ്ഞു, അവരവരുടെ കൂട്ടത്തിലുള്ള സകല സാധനങ്ങളും എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് അവര് വളരെ നാളുകളായി സൂര്യനെയും ചന്ദ്രനെയും കാണാതെ ഇരുട്ടിലായിരിക്കുന്നു. അപ്പൊ അവരുടെ ജീവിതത്തില് ഒരു ചിന്ത വന്നു കഴിഞ്ഞു, ഇനി ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയില്ല. ആ 275 പേരുടെയും വിശ്വാസമായിരുന്നു ഞങ്ങൾ രക്ഷപ്പെടുമെന്ന്. ഒരാശയും അവരുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. എന്നാൽ അവിടെ ദൈവഭക്തനായ പൗലോസ് 33-ാമത്തെ വാക്യത്തില് 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്ന് പൗലോസെ ഭയപ്പെടണ്ട. പൗലോസിന്റെ അവസ്ഥ കടന്നു പോയപ്പോൾ പൗലോസിന്റെ അടുത്ത് ദൈവത്തിന്റെ ദൂതൻ, പൗലോസ് ഈ കഷ്ടത്തിലും ഈ ഇരുട്ടിലും ജനത്തിനെല്ലാം ആശ നശിച്ചപ്പോഴും പൗലോസിനടുത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി. ഒരു പ്രിയ സഹോദരിമാരെ, നമ്മുടെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഈ ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ, മനുഷ്യർക്ക് യാതൊരു ആശയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കടന്നു പോകുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഉറച്ചു നിൽക്കുവാൻ ഒരാശയുണ്ട്. അതിന്റെ നടുവിൽ ഉറപ്പുള്ള പാറയിൽ നിൽക്കുവാൻ നമുക്കൊരാശയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കർത്താവ്. കർത്താവിന്റെ ദൂതൻ അവന്റെ അടുത്ത് ഇറങ്ങി വന്നെന്നാണ് വചനം പറയുന്നത്. കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് അവനോട് പറയുന്നു, എന്റെ ഉടയവനെ ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രി. എന്തൊരു ഉറപ്പാണ്! എന്റെ ഉടയവൻ, ഞാൻ സേവിച്ചു വരുന്ന കർത്താവ്. പൗലോസിന്റെ ആശ്രയം കർത്താവിലാണ്. അവന് ഒരാശയില്ല, സൂര്യനും ഇല്ല, ചന്ദ്രനും ഇല്ല, ഇരുട്ട്. അതിന്റെ മധ്യത്തില് ദൈവത്തിന്റെ തിരുസാന്നിധ്യം, ദൈവത്തിന്റെ ദൂതൻ തന്റെ ഭക്തന് വേണ്ടി അവിടെ ഇറങ്ങി വരുന്നു. ദൈവദാസന്റെ കാല്, ഞാനൊന്ന് ഇത് വായിച്ചപ്പോഴോ ദൈവാത്മാവ് എന്റെ തന്നെ, പൗലോസിന്റെ കാല് കപ്പലിലല്ല, കർത്താവിലാണ്. അവൻ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് കർത്താവിൽ. ക്രിസ്തു എന്ന പാറയിലാണ് അവന്റെ അവൻ വെച്ചത്. അവന്റെ ആ ഇളക്കത്തിലും ആ ഇരുട്ടിലും ആ കോളിളക്കത്തിലും കപ്പൽ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലും അവന്റെ ഉറച്ചു വെച്ചിരുന്നത് അവൻ കർത്താവിലാണ്. ക്രിസ്തുവായ പാറയിലാണ് അവൻ തന്റെ ഉറപ്പിച്ചത്. നമ്മുടെ കാലുകളെ സൂക്ഷിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. കാലുകളെ സൂക്ഷിക്കും. നമ്മുടെ
എല്ലാ പ്രശ്നങ്ങളുടെ മധ്യത്തിലും, എല്ലാ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും നമ്മുടെ കാലുകളെ സൂക്ഷിക്കുന്ന സാംസ് സങ്കീർത്തനം 121 നമ്മൾ പറയാം, നമുക്ക് അറിയാതെ വായിക്കുമ്പോൾ എന്റെ കാലുകളെ ഇടറാവണ്ണം സൂക്ഷിക്കുന്ന ഒരു കർത്താവാണ് എന്റെ നിങ്ങളുടെ കർത്താവ്. പ്രതികൂലയുടെ നമുക്കറിയാം ഈ ആ 276 പേരുടെ അവസ്ഥ ഒരുപോലായിരുന്നു. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഒരാൾ മാത്രം കർത്താവിന്റെ ശബ്ദം കേട്ടു. ഒരാൾ മാത്രം നമ്മളുടെ ഇരുട്ടിന്റെ അനുഭവത്തിൽ, നമ്മളുടെ ആശ അറ്റുപോകുന്ന അനുഭവത്തിൽ, നമ്മളുടെ നമുക്കെങ്ങനെ സാഹചര്യം കടന്നു വരും, എനിക്കിനി രക്ഷപ്പെടാൻ പറ്റത്തില്ല. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവ തിരുസാന്നിധ്യം തിരിച്ചറിയുന്നതാണ് ദൈവമാണ്. ഇതിന്റെ മധ്യത്തിൽ പൗലോസ് എന്റെ ഉടയവനെ ഞാൻ സേവിക്കുന്ന കർത്താവ് എന്തൊരു ഉറപ്പാണ്. ഉറപ്പോട് ആ ജനത്തിന്റെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് ഡിക്ലെയർ ചെയ്യുവാന് ദൈവത്തിന്റെ ദാസന് ദൈവം കൃപ കൊടുത്തു. ആ കൃപയോർത്ത് ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവന്റെ ഹൃദയം അവിടെ ക്ഷീണിച്ചില്ല. അവന്റെ ഹൃദയം അവിടെ ക്ഷീണിച്ചിരുന്നെങ്കിൽ അവരെ പുരുഷന്മാരെ ധൈര്യപ്പെടുത്തുവാൻ പറ്റത്തില്ല. കാലുകള് ഉറപ്പ് മാത്രമല്ല, അവന്റെ ഹൃദയവും ക്ഷീണിച്ചു. നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു പോയാൽ, രോഗം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, ഭാരം വരുമ്പോൾ നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു പോയാൽ നമ്മൾ ഒരിക്കലും മുൻപോട്ട് ചുവടുവെക്കുവാൻ കഴിയില്ല. എന്നാൽ പൗലോസിന്റെ തന്റെ ഹൃദയം ക്ഷീണിക്കുവാൻ പൗലോസിന് ഇടയായില്ല. അതുകൊണ്ടാണ് പൗലോസ് 2 കൊരിന്ത്യറിന്റെ 4 പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 4:8 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നു എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുന്നതിനാൽ യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്നത്, ഞങ്ങൾ ഇടുങ്ങിയിരിക്കും, ഞങ്ങളുടെ നിരാശയുണ്ട്, ഞങ്ങൾ വീണു പോകുന്നു, എങ്കിലും ഞങ്ങള് നശിക്കുന്നില്ല. നേരെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഇടുക്കത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നിരാശയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. വീണു പോകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ പൗലോസ് പറയുന്നു, എങ്കിലും ഞങ്ങൾ വീണു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ വഹിക്കുന്നതുകൊണ്ട് വീണ്ടും ഞങ്ങൾ ജീവിക്കും. ഞാനും നിങ്ങളും ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച ആ നാളുകളിൽ കർത്താവ് നമുക്കൊരു പങ്ക് തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തു ലോകം വിട്ടു പോകുമ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ പോയാൽ നിങ്ങൾക്കൊരു സഹായക്കുണ്ട്, നിങ്ങൾക്കൊരു ഹെൽപ്പിന് വേണ്ടി ഒരാൾ കടന്നു വരും. അതാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് ഞാനും നിങ്ങളും ജീവിതത്തിന്റെ ഏത് പരിശോധനയിലും കൂടി കടന്നു പോകുമ്പോഴും നമ്മളെ ഗൈഡ് ചെയ്യുവാൻ, നമ്മളെ ഹെൽപ്പ് ചെയ്യുവാന് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആ ശക്തി നമ്മുടെ ശരീരത്തിലും വഹിക്കുന്നുണ്ട്. അതാണ് നമ്മളെ നിർത്തുന്നത്. ആ കൃപയാണ് നമ്മളെ നിർത്തുന്നത്. കൃപ എന്ന് പറയുന്ന ജീവിതത്തില് കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും മധ്യത്തിൽ മറ്റുള്ളവരെ ഉറപ്പിക്കുവാൻ കഴിയും. ഇവിടെ പൗലോസ് മറ്റുള്ളവരെ അത്ര 275 പേര് നാളുകളായി സൂര്യനില്ല, ചന്ദ്രനില്ല, ഇരുട്ടവസ്ഥ, ആഹാരം കഴിക്കുന്നില്ല, അവരുടെ മധ്യത്തിൽ എഴുന്നേറ്റ് തന്റെ കാലുകളെ ഉറപ്പിച്ച്, തന്റെ ഹൃദയത്തെ ഉറപ്പിച്ച്, അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ പൗലോസിന് കഴിഞ്ഞത് ദൈവത്തിന്റെ കൃപയൊന്നു മാത്രം. ഹല്ലേലൂയ. പൗലോസിന്റെ കൊരിന്ത്യരുടെ പുസ്തകത്തിൽ നമുക്ക് അറിയാം, പൗലോസ് പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാൻ. തിമോഥെയോസിന്റെ പുസ്തകത്തില്, കൊരിന്ത്യരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, നിന്റെ കൃപ എനിക്ക് മതി. പൗലോസിന്റെ കഷങ്ങളില് പൗലോസ് പറയുന്ന, നിന്റെ കൃപ എനിക്ക് മതി, എന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ കൃപ. ഞാനും നിങ്ങളും ബലഹീനരായിരിക്കുമ്പോൾ, ഞാനും നിങ്ങളും നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഇറങ്ങി വരുന്നൊരു, ഇവിടെ നമുക്കറിയാം പൗലോസ് ആ യാത്രയിൽ അവനോടൊപ്പം ഉള്ളവരെ ബലപ്പെടുത്തുന്നു. ആദ്യ നാളിൽ നമുക്കറിയാം ഈ യാത്ര തുടങ്ങിയപ്പോൾ അവര് പൗലോസിന്റെ വാക്ക് കേട്ടില്ല. പക്ഷേ ആ യാത്രയുടെ മധ്യത്തിൽ, കൊടുങ്കാറ്റിന്റെ മധ്യത്തില്, ഇരുട്ടിന്റെ മധ്യത്തില്, ഒരാശയവരുടെ ജീവിതത്തിലായിരുന്നു അവർ രക്ഷപ്പെടുമെന്ന്. അതിന്റെ മധ്യത്തില് ഒരു ദൈവഭക്തന്റെ ഉറപ്പ്, ഒരു ദൈവഭക്തൻ എഴുന്നേറ്റ് നിന്ന് തന്റെ കാലുകളെ ഉറപ്പിച്ച്
ഹല്ലേലൂയ. 125 സങ്കീർത്തനം പറയുന്ന പോലെ യഹോവയിൽ ഉറച്ചു നിൽക്കുന്ന, എന്നേക്ക് ഉറച്ചു നിൽക്കുന്ന, യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്ക് ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോൽ ഞാനും നിങ്ങളും ഒരു പർവ്വതത്തിലാണ്. ഒരു സിയോൻ പർവ്വതം ഞങ്ങളുടെ കാലുകളെ വെച്ചിരിക്കുന്നത്. നമ്മുടെ കാലുകളിൽ ക്രിസ്തു എന്ന പാറയിലാണ്. അതാണ് ജീവിതത്തിൽ കൊടുങ്കാറ്റുകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും നമ്മൾ ആഗ്രഹിക്കാത്ത സിറ്റുവേഷനിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മെ നിർത്തുന്ന ദൈവകൃപ, ദൈവ തിരുസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് പൗലോസ് മറ്റുള്ളവരെ കൂടെ ബലപ്പെടുത്തുവാൻ, അവൻ സ്വന്തമായിട്ട് ബലപ്പെടുവല്ല, മറ്റുള്ളവരെ കൂടെ ബലപ്പെടുത്തി അവർക്ക് ആശ കൊടുക്കുവാനും ഈ ദിവസങ്ങളിൽ നമ്മളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ മറ്റുള്ളവരെ ബലപ്പെടുത്തി, നമ്മൾ ബലപ്പെടണം, മറ്റുള്ളവരെ ബലപ്പെടുത്തുക. ആ ബലത്തിൽ നമ്മൾ മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ ദൈവം തന്റെ ഭക്തന്മാർക്ക് കൊടുക്കുന്ന ഒരു കൃപയുണ്ട്. ദൈവം തന്റെ ഭക്തന്മാർക്ക് കൊടുക്കുന്ന ഒരു ദൈവ തിരുസാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് മുൻപോട്ട് ജീവിക്കാനുള്ള ദൈവകൃപ ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച് മുൻപോട്ട് പോകുവാന് ദൈവം നമ്മളെ സഹായിക്കും. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായിട്ട് നമ്മുടെ ഹൃദയം ഉറച്ചു നിൽക്കണമെങ്കിൽ ദൈവമായിട്ടൊരു ബന്ധം വേണം. പൗലോസിന് കർത്താവുമായിട്ട് നല്ല ബന്ധമുണ്ട്. നമുക്കറിയാം, റോമറിന്റെ പുസ്തകത്തിൽ പൗലോസ് പറയുന്നു, ഈ ലോകത്തിലെ യാതൊരു ശക്തി, വാഴ്ചകളോ അധികാരങ്ങളോ മരണമോ ദൂതനോ പട്ടിണിയോ ഉപദ്രവമോ ഇതൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ കഴിയത്തില്ല എന്ന് പൗലോസ് പറയുന്നുണ്ട്. അതാണ് ദൈവവുമായിട്ടുള്ളൊരു കണക്ഷൻ. ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാനും ദൈവവുമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അതൊരു ബന്ധം, ഒരു അറ്റൂട്ട്, ഒരിക്കലും മുറിഞ്ഞു പോകാത്തൊരു ബന്ധമാണ്. അതിപ്പം നമ്മുടെ 4 വശങ്ങളും എന്തൊക്കെ കഷങ്ങൾ ഉണ്ടായാലും നമുക്ക് ദൈവസന്നിധിയിൽ ഉറപ്പ്, ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം ഉണ്ടാവുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ കാലുകളെ ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കാൻ പറ്റും. നമ്മുടെ ഹൃദയം ഉറയ്ക്കണമെങ്കിൽ നമുക്ക് ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ട്. അയ്യൂബിന്റെ പുസ്തകത്തില്, ജോബിന്റെ പുസ്തകത്തിൽ 19:25 വരുന്നു, എന്റെ വീണ്ടെടുപ്പുകാരനെ ഞാൻ അറിയുന്നുണ്ട്. എന്റെ വീണ്ടെടുപ്പുകാരനെ, അവൻ എന്നെ വീണ്ടെടുക്കുന്നവൻ ആരാണെന്ന് ഞാൻ അറിയുന്നു. ആ ഒരു അറിവ് എനിക്ക് നിങ്ങൾക്ക് വേണം. പൗലോസിന്റെ തീമോഥെയോസിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എന്റെ ഉപനിധിയെ അന്ത്യം വരെയും കാത്തു സൂക്ഷിക്കാനുള്ളവൻ ആരാണെന്ന് അവൻ എന്റെ ഉപനിധി എന്നാണ് പൗലോസ് പറയുന്നത്. അതാണ് ദൈവവുമായിട്ടുള്ള ബന്ധം. ആ ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും അറ്റുപോകുന്നു, എല്ലാ ബന്ധങ്ങളും, ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവര്, നമുക്കറിയത്തില്ല നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും. ഒരു ഉറപ്പ് നമുക്ക് ഉള്ളൂ, എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം. ഈ ലോകം വിട്ടാലും നമുക്ക് ദൈവമായിട്ട് ബന്ധമുണ്ട്. അതൊരിക്കലും അറ്റുപോകാത്തൊരു ബന്ധമാണ്. ആ ബന്ധം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുവാൻ വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ ജാഗരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയം ഉറയ്ക്കും. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന്റെ തിരുസാന്നിധ്യം നമ്മൾ അനുഭവിക്കണം. നമ്മൾ കൂടി വരുന്ന നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും, നമ്മൾ കൂടി വരുന്ന പ്രാർത്ഥനയിലും, നമ്മുടെ 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 എല്ലാ കൂട്ടായ്മകളും ദൈവ തിരുസാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയണം. ഒന്നത്. രണ്ട്, നമ്മുടെ കഷ്ടതയുടെ, നമ്മുടെ പ്രയാസത്തിന്റെ മധ്യത്തിൽ, നമ്മുടെ നിരാശയുടെ മധ്യത്തിൽ, നമുക്ക് മനസ്സിലാകാത്ത വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവ തിരുസാന്നിധ്യം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു അനുഭവം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ദൈവം നമ്മളെ സഹായം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ കാലുകളെ ക്രിസ്തുവില് ഉറപ്പിക്കുവാൻ പറ്റത്തുള്ളൂ. ഈ ഇരുട്ടിന്റെ മധ്യത്തിലോ, ഈ നിരാശയുടെ മധ്യത്തിലോ, ഈ കോളിളക്കത്തിന്റെ മധ്യത്തിലോ, സമുദ്രത്തിലോ കോളിളക്കം കൊണ്ട് സൃഷ്ടിച്ചിരിക്കുമ്പോൾ നാളുകളായി ഒരു പട്ടിണി കിടക്കുന്നതിന്റെ മധ്യത്തിലോ എഴുന്നേറ്റ് നിൽക്കുവാന് ആ ദൈവകൃപ, ആ ദൈവ തിരുസാന്നിധ്യം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു ദൈവ സാന്നിധ്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. 46 സങ്കീർത്തനങ്ങളിൽ 1-ാമത്തെ ധ്യാന, കഷങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. കഷങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. ആ ഏറ്റവും അടുത്തതാണ് അവിടെ ഏറ്റവും. ഞാൻ വായിക്കുമ്പോൾ ഹിന്ദിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അതിസഹായകൻ എന്ന് പറഞ്ഞാൽ ആര് സഹായിക്കാനും ഏറ്റവും അടുത്ത തുണ. എന്റെയും നിങ്ങളുടെയും ഏറ്റവും അടുത്തിരിക്കുന്ന തുണ എൻ്റെ കർത്താവാണ്. കർത്താവിന്റെ തുണയായിരിക്കാൻ, കർത്താവിന്റെ ബലമായിരിക്കാൻ, ദൈവന്റെ ദുർഗമായിരിക്കാൻ, ദൈവന്റെ ചട്ടാനായിരിക്കാന് ഓരോ ദിവസം അതിനുവേണ്ടി നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ യാത്രയിൽ മുൻപോട്ട് ഓടുവാൻ ദൈവം നമ്മളെ സഹായിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ. നമുക്ക് വേറൊരു കാര്യം ഇവിടെ പറയുന്നതിന്, ഇവിടെ
ഈ 33-ാമത്തെ 25-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. നിന്നോട് ഈ 25 തൊട്ട് ഇങ്ങനെ എഴുതിയേക്കുന്നു, എന്റെ ഉടയവനെ ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടാവുന്നു, നിന്നോടുകൂടി യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതൊരു പ്രോമിസാണ്, ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ് പൗലോസ്. അത് പൗലോസിന്റെ ആ കഷ്ടങ്ങളുടെ ഇടയിൽ പൗലോസിന് ആ പ്രതികൂലത്തിന്റെ മധ്യത്തില് ധൈര്യത്തോടു കൂടി നിൽപ്പാന് ദൈവം കൊടുക്കുന്ന ഒരു ഉറപ്പ്. അത് എവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? അത് വചനത്തിൽ നിന്നാണ് ലഭിക്കുന്നത്, അത് ദൈവസിരസാന്നിധ്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്, അത് പരിശുദ്ധാത്മാവിലാണ് ലഭിക്കുന്നത്, അത് നമ്മുടെ പ്രാർത്ഥനയിലാണ് നമുക്ക് ലഭിക്കുന്നത്. ചിലപ്പോ ചില കഷ്ടങ്ങളും പ്രയാസങ്ങളുടെ മധ്യത്തില് നമുക്കറിയാം, നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിയത്തില്ല. അങ്ങനത്തെ കഷ്ടങ്ങൾ നമ്മളെ പിടിക്കാറുണ്ട്. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് ഒരു നെടുവീർപ്പ് മാത്രം, പക്ഷെ ആ നെടുവീർപ്പ് പോലും മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ. ഞാനും നിങ്ങളും ഏത് വിഷയത്തിലാണോ നെടുവീർപ്പ് വിടുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിവുള്ള ദൈവമാണ്. അത് എഴുതിയിട്ടുണ്ട് പുറപ്പാട് പുസ്തകത്തില്. അവരുടെ നിലവിളി, അവരുടെ നെടുവീർപ്പിനെ ദൈവം കണ്ടു. നെടുവീർപ്പ് നമ്മളുടെ ജീവിതത്തിലെ ചില പ്രയാസങ്ങളും കഷ്ടങ്ങളും നമ്മളെ ഇട്ട് ഉരുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പലപ്പോഴും നമുക്ക് ശബ്ദം പുറത്ത്, നമുക്കും അറിയാം, ഹന്ന പ്രാർത്ഥിക്കാൻ വന്നിട്ട് അവൾക്ക് ശബ്ദം പുറത്തു വരത്തില്ല. പക്ഷെ അവിടെ അവിടെ എഴുതിയിട്ടുണ്ട്, അവിടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നെന്ന്. ഇന്ന് കാലം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കുക. ആ ഹൃദയം അവിടെ പകർന്നപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തം അവൾക്ക് ലഭിച്ചു. ഹല്ലേലൂയ. നമ്മുടെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ, നമ്മുടെ പ്രയാസങ്ങളുടെ മധ്യത്തില്, നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളുടെ മധ്യത്തില് നമ്മുടെ കാലുകളെ ഉറപ്പിക്കുവാൻ, നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കുവാൻ, ദൈവവുമായിട്ടൊരു നല്ല ബന്ധം സ്ഥാപിക്കുവാന്, ദൈവത്തിൽ നിന്ന് അവന്റെ വാഗ്ദത്തം പ്രാപിക്കുവാന്, ആ വാഗ്ദത്തം മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുവാന് ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തില് ദൈവം നമ്മളെ സഹായിക്കണം. അത് നമ്മുടെ വിശ്വാസ ജീവിതമായി തീരണം. എന്നാലേ ഈ ലോകത്തിന്റെ കഷ്ടത്തിൽ നമ്മൾക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ സമയം കടന്നുപോയി. ഞാൻ ലാസ്റ്റിൽ ഒരു വാക്കും കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പമെടുത്ത് എല്ലാവരും കാണട്ടെ, ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി. ഈ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ചിന്തിച്ചു നോക്കി, അവരെല്ലാം പട്ടിണി എടുക്കുക. അവരോടൊക്കെ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ആഹാരം കഴിക്കുക. അത് പറഞ്ഞിട്ട് അവരുടെ എല്ലാം മധ്യത്തിൽ എഴുന്നേറ്റ് അവരെല്ലാം ബലപ്പെടുത്തി. നിങ്ങൾക്ക് ആർക്ക് യാതൊന്നും സംഭവിക്കത്തില്ല എന്ന് ബലപ്പെടുത്തുവാൻ ദൈവദാസന് കൃപ കൊടുത്തു. എന്നിട്ട് അവരുടെ മധ്യത്തിൽ ഒരു സാക്ഷിയായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് അത് അവര് അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. അത് ആ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ എഴുന്നേറ്റ് ഒരു സാക്ഷിയാകുവാണ്. ദൈവം തന്നെ ദാസനെ ആ 275 പേരുടെ ഇടയിൽ ആ പ്രതികൂല ഈ സമയം അവർ രക്ഷപ്പെട്ടിട്ടില്ല, പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴും കഷ്ടങ്ങളിൽ കൂടിയാ, പ്രയാസങ്ങൾ. നമുക്ക് നമ്മുടെ നല്ല സമയത്ത് പാട്ട് പാടാൻ നമുക്ക് പറ്റും, നമ്മളുടെ നല്ല സമയത്ത് നമുക്ക് സാക്ഷി പറയാൻ പറ്റും. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയില് നമ്മുടെ ഉള്ളത്തിൽ നിന്ന് ഒരു പാട്ട് കടന്നു വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിടുതല. നമുക്കറിയാം, കാരാഗ്രഹത്തിൽ പൗലോസ് ദൈവദാസന്മാര് പാടി ആരാധിച്ചു. ആ കാരാഗ്രഹത്തിന്റെ അവസ്ഥയിലും പാടുവാനും, ആ കാരാഗ്രഹത്തിന്റെ അവസ്ഥയിലും ദൈവത്തെ ആരാധിക്കുവാനും, ആ കാരാഗ്രഹത്തിന്റെ അവസ്ഥയിലും ദൈവത്തിനോട് നന്ദി പറയുവാനും അങ്ങനെ ഒരു കൃപ അവരുടെ മേലെ. അതുകൊണ്ട് പൗലോസിന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പല ഇടങ്ങളിലും കാണും, ഞാനാകുന്നത് ദൈവകൃപയൊന്ന് മാത്രം, ഞാനാകുന്നത് ദൈവകൃപയൊന്ന് മാത്രമാണ്. ഹല്ലേലൂയ. അങ്ങനെ കഷ്ടങ്ങളുടെ മധ്യത്തിൽ കർത്താവിനെ പാടുവാനും, കഷ്ടങ്ങളുടെ മധ്യത്തിൽ കർത്താവിനെ സ്തോത്രം ചെയ്യുവാനും, കർത്താവിനെ ആരാധിക്കുവാനും അങ്ങനെ ഒരു ദൈവകൃപ ദൈവദാസനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ 275 പേരുടെയും ജീവൻ പൗലോസിന്റെ കയ്യിൽ ഉറപ്പ് പറഞ്ഞു. ആ ഉറപ്പ് പൗലോസിനറിയാം, എന്നോട് പറഞ്ഞവൻ ഒരു നാളും മാറില്ല. 1 രാജാക്കന്മാറിന്റെ 8-ാം അധ്യായത്തിൽ 15-ാമത്തെ ഒരു വാക്കാണ് ഞാൻ എപ്പോഴും വായിക്കാറുണ്ട്. തിരുവാ അരുളി ചെയ്ത് തൃക്കൈ നിവർത്തിച്ചു.
ശലോമോൻ ദാവീദിന് വേണ്ടി എന്റെ അപ്പനോട് ദൈവം പറഞ്ഞു, തിരുവാ നിവർത്തിച്ച് തൃക്കൈ, തിരുവാ ഒഴിഞ്ഞത് തൃക്കൈ നിവർത്തിച്ചു. ഹല്ലേലൂയ. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് പൂർത്തീകരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ദൈവം തരുന്ന ഒരു ഉറപ്പാണ്. പൗലോസിന് അങ്ങനെ ഒരു ഉറപ്പ് കർത്താവിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് എഴുന്നേറ്റ് നിന്ന് മറ്റുള്ള സഹോദരന്മാരെ ബലപ്പെടുത്തി, നിങ്ങളിൽ ആർക്കും ഒരു ഹാനി ഉണ്ടാകത്തില്ല. എഴുന്നേറ്റ് നിന്ന് അങ്ങനെ അതിന്റെ മധ്യത്തിൽ, ആ കഷ്ടത്തിന്റെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മറ്റുള്ളവർക്ക് ഒരു ഉറപ്പ് കൊടുക്കുവാനും ദൈവം അവനെ ബലപ്പെടുത്തും. ഈ ദിവസങ്ങളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കും അങ്ങനെ ആയിരിക്കാന് നമുക്ക് പറയാൻ പറ്റത്തില്ല നാളെ നമ്മൾ ഏത് അവസ്ഥയിൽ കൂടെ കടന്നു. പക്ഷെ ഒന്ന് പറയാം, നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടില്ല. ഒരുറപ്പുണ്ട് എനിക്കും നിങ്ങൾക്കും, ദൈവം ഒരു നാളും എന്നെ ഉപേക്ഷിക്കും. ഏത് പ്രതികൂലം വന്നാലും ദൈവം എന്നെ ഉപേക്ഷിക്കും. പണമോ ധനമോ മനുഷ്യരോ സാന്നിധ്യമോ മനുഷ്യന്റെ സ്വാധീനമോ പഠിത്തമോ ഇതൊക്കെ നിലനിൽക്കുന്നതല്ല. പക്ഷെ ഒന്ന് മാത്രം നിലനിൽക്കും, കർത്താവിന്റെ വചനം, കർത്താവിന്റെ തിരുസാന്നിധ്യം, കർത്താവ് നമ്മൾക്ക് തരുന്ന വാഗ്ദത്തം, അത് നിലനിൽക്കുന്നതാണ്. പൗലോസിന്റെ ഒരു വാക്യമാണ് 1 കൊരിന്ത്യർ 15:7. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ 2:14 എഴുതിയിട്ടുണ്ട്, ക്രിസ്തുവേശുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും ഹല്ലേലൂയ, നമുക്ക് ഇന്ന് മാത്രമേ പറയാനുള്ളൂ, ക്രിസ്തുവേശുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവ സ്തോത്രം. എപ്പോഴും എന്ന് പറയുമ്പോൾ അത് 24/7. അത് എപ്പോഴും ഒരു സെക്കൻഡും അതിൽ നിന്ന് മാറത്തില്ല. അത് ഏത് അവസ്ഥയിലും നമ്മളെ ജയോത്സവമായി നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് എന്റെയും നിങ്ങളുടെയും ദൈവം. ആ ദൈവത്തെ പിൻപറ്റി മുൻപോട്ട് പോവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമുക്കിങ്ങനെ ആയിരിക്കാനും അനേകരെ ബലപ്പെടുത്തുവാനും കഷ്ടങ്ങളിലും പ്രതികൂലങ്ങളുടെ മധ്യത്തിലും നിൽപ്പാൻ, ദൈവത്തിന്റെ കൃപ പ്രാപിപ്പാനും, ഇരുട്ട് മൂടി കിടക്കുമ്പോഴും അന്ധകാരമായി കിടക്കുമ്പോഴും പട്ടിണി കിടക്കുമ്പോഴും ദൈവ തിരുസാന്നിധ്യം തിരിച്ചറിയുവാനും ദൈവത്തിൽ നിന്ന് വാഗ്ദത്തം പ്രാപിക്കുവാനും അനേകരെ ബലപ്പെടുത്തുവാനും കൃപ ആ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ആ കൃപയാൽ പൗലോസ് പറയുന്ന പോലെ, കൃപയാൽ ഞാൻ ആകുന്നത് കൃപയാൽ അത്രയെന്ന് പറയുവാനുള്ള ദൈവകൃപ പ്രാപിപ്പാൻ, നമ്മുടെ കഷ്ടങ്ങളുടെ, നമ്മുടെ പ്രയാസങ്ങളുടെ, നമ്മുടെ നിരാശയുടെ മധ്യത്തില് ആ നിരാശയും കഷ്ടവും പ്രയാസവും രോഗവും നമ്മുടെ മേൽ ജയം പ്രാപിക്കാണ്. ക്രിസ്തുവേശുവിൽ നമ്മളെ ജയത്തോട് നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തു അനേകർക്കൊരു സാക്ഷിയായി ജീവിച്ചു മുൻപോട്ട് പോവാൻ, എപ്പോഴും ജയോത്സവമായി ക്രിസ്തുവേശുവിൽ നമ്മളെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോവാൻ ഈ ദിവസങ്ങൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതികൂലങ്ങളും, എല്ലാ കഷ്ടങ്ങളും, എല്ലാ രോഗങ്ങളും ഹല്ലേലൂയ പലപ്പോഴും നമ്മൾക്ക് മനസ്സിലാകത്തില്ല. ഒന്നറിയാൻ നമ്മുടെ ദൈവം അറിയാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഒരു പാട്ടുണ്ട്, എൻ തലയിലെ മുടി പൊഴിയണമെങ്കിലോ താതനറിയാതെ സംഭവിക്കും. എന്റെയും നിങ്ങളുടെയും മുടി വരേണ്ടിയിരിക്കുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. നമുക്ക് ആർക്കും പറ്റാത്തൊരു കാര്യമാണ്, ആരുടെ മുടി എണ്ണാൻ പറ്റത്തില്ല. എന്നാൽ എന്റെ തലയിൽ എത്ര മുടിയുണ്ടെന്നും എന്റെ തലയിൽ നിന്ന് എത്ര മുടി ഇന്ന് പൊഴിഞ്ഞെന്നും ഞാൻ ചീകിയപ്പോൾ എത്ര മുടി പോയെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ അത് പൊഴിയണമെങ്കിൽ ഭർത്താവ് അറിയാതെ പൊഴിയുന്നില്ലെന്ന് നമ്മൾ പാടുന്നത്. ഈ ദിവസങ്ങളിൽ അങ്ങനെ ഉറയ്ക്കുവാനും ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും, ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിലും, ഏത് കോളളവത്തിന്റെ മധ്യത്തിലും, ഏത് ഇരുട്ടിന്റെ മധ്യത്തിലും, ഏത് പട്ടിണിയുടെ മധ്യത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ, ദൈവകൃപ അനുഭവിപ്പാന്, ആ കൃപയാൽ മുൻപോട്ട് ഓടുവാന് ദൈവം നമ്മളെ അനേകരെ ബലപ്പെടുത്തുക, എന്റെയും നിങ്ങളുടെയും ജീവിതം അനേകരെ ഉറപ്പിക്കുവാന്, അനേകർക്ക് ഉറപ്പ് നൽകുവാൻ, പ്രതികൂലത്തിലും പ്രയാസത്തിലും പ്രശ്നത്തിന്റെ മധ്യത്തിലും നിൽക്കുന്നവരുടെ കാലുകളെ ബലപ്പെടുത്തുവാനും